എസിൽ ജോലി ആഗ്രഹിക്കുന്ന IT പ്രൊഫഷണലുകളെയും മറ്റു ഉദ്യോഗാർത്ഥികളെയും നേരിട്ട് ബാധിക്കുന്ന വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എസിലെ ഏറ്റവും പുതിയ ഇമിഗ്രേഷൻ ട്രെൻഡുകളെ കുറിച്ചും എൻവോയ് ഗ്ലോബൽ പുറത്തുവിട്ട 2026 റിപ്പോർട്ട് ആഗോള തൊഴിൽ വിപണിയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. H1B വിസയുമായി ബന്ധപ്പെട്ട കടുത്ത അനിശ്ചിതാവസ്ഥ കാരണം അമേരിക്കൻ കമ്പനികൾ തങ്ങളുടെ വിദേശ ജീവനക്കാരുടെ കാര്യത്തിൽ വലിയൊരു നയമാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാനഡയിലേക്കും UK-യിലേക്കുമുള്ള ജീവനക്കാരുടെ കൂട്ടമാറ്റവും റെക്കോർഡ് വേഗതയിലുള്ള ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പും ഉൾപ്പെടെയുള്ള ഈ പുതിയ മാറ്റങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് US കമ്പനികളുടെ പുതിയ നീക്കങ്ങൾ എന്ന് ആദ്യമേ ഒന്ന് നോക്കാം. അമേരിക്കയിൽ നിലനിൽക്കുന്ന കർശനമായ കുടിയേറ്റ നിയമങ്ങൾ, ഉയർന്ന വിസ ചെലവുകൾ, വിസ പ്രോസസ്സിംഗിലെ കാലതാമസം എന്നിവ കാരണം വിദേശ പ്രതിഭകളെ നിലനിർത്താൻ US കമ്പനികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനൊരു പരിഹാരമായി കമ്പനികൾ ഇപ്പോൾ രണ്ട് പ്രധാന തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായി വിദേശ ജീവനക്കാരെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുക. രണ്ടാമതായി അവർക്ക് വളരെ വേഗത്തിൽ ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പ് നൽകുക. ഈ സർവേയിൽ പങ്കെടുത്ത 519 US തൊഴിലുടമകളിൽ 65% പേരും വ്യക്തമാക്കിയത് വിസ നിരസിക്കലും കാലതാമസവും കാരണം കഴിഞ്ഞ വർഷം തങ്ങളുടെ വിദേശ ജീവനക്കാർക്ക് US വിടേണ്ടി വന്നു എന്നാണ്. മുൻവർഷം ഇത് 53%. കൂടാതെ വിസ തടസ്സങ്ങൾ കാരണം 60.9% കമ്പനികളും തങ്ങളുടെ ജീവനക്കാരെ അമേരിക്കയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലെ ഓഫീസുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. അമേരിക്കൻ വിസ പ്രതിസന്ധിയെ തുടർന്ന് കമ്പനികൾ തങ്ങളുടെ പ്രതിഭകളെ മാറ്റാൻ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുക്കുന്ന രാജ്യം കാനഡയാണെന്നാണ് റിപ്പോർട്ടുകൾ. 72.8% കമ്പനികളും കാനഡയെ പിന്തുണച്ചപ്പോൾ 69.6% കമ്പനികൾ UK തെരഞ്ഞെടുത്തു. ഇതിനു പുറമെ ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ്, അയർലൻഡ്, സ്പെയിൻ, UAE, സിംഗപ്പൂർ, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളും പട്ടികയിലുണ്ട്. മുൻകാലങ്ങളിൽ അമേരിക്കയാണ് ഏറ്റവും മികച്ച കുടിയേറ്റ കേന്ദ്രമെന്ന് ഭൂരിഭാഗം കമ്പനികളും വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വെറും 4% കമ്പനികൾ മാത്രമാണ് ആ അഭിപ്രായം പങ്കുവെക്കുന്നത്. 2026 തങ്ങളുടെ നിയർ ഷോറിംഗ് അല്ലെങ്കിൽ ഓഫ് ഷോറിംഗ് പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ 68% കമ്പനികളും പദ്ധതിയിടുന്നു. ഫിനാൻഷ്യൽ, പ്രൊഫഷണൽ സർവീസസ്, ടെക്നോളജി എന്നീ മേഖലകളിലെ കമ്പനികളാണ് ജീവനക്കാരെ ഈ രീതിയിൽ കൂടുതലായി മാറ്റുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ, ഡേറ്റ അനലിസ്റ്റുകൾ തുടങ്ങിയ ഉയർന്ന വൈദഗ്ധ്യമുള്ള ജീവനക്കാരുടെ കുറവ് അമേരിക്കയിലുണ്ട്. മുൻപ് H1B, L1 വിസകൾ വഴി ഈ കുറവ് നികത്തിയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ അനിശ്ചിതാവസ്ഥ മൂലം പ്രൊജക്ടുകളുടെ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാൻ കമ്പനികൾ ഇന്ത്യ, കിഴക്കൻ യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റുകയാണ്. റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ കമ്പനികൾ ഗ്രീൻ കാർഡ് നൽകുന്നതിലെ വേഗത വർദ്ധിപ്പിച്ചു എന്നതാണ്. ഇതിൽ 75% കമ്പനികളും ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പ് നടപടികൾ ആരംഭിക്കുന്നു. മുൻപ് ഇതിന് വർഷങ്ങളോളം കാത്തിരിക്കണമായിരുന്നു. ഇപ്പോഴുള്ള ഈ മാറ്റത്തിന് കാരണം നിലവിലെ PERM ലേബർ സർട്ടിഫിക്കേഷൻ ലഭിക്കാൻ മാത്രം 16 മുതൽ 18 മാസം വരെ സമയമെടുക്കുന്നു എന്നതാണ്. താൽക്കാലിക വിസകളുടെ അനിശ്ചിതാവസ്ഥ ഒഴിവാക്കാനും നല്ല ജീവനക്കാരെ കമ്പനിയിൽ നിലനിർത്താനും വേണ്ടിയാണ് ഈ അടിയന്തര നീക്കം. ഈ ഗ്രീൻ കാർഡ് പ്രോസസ്സിംഗിന്റെ മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം ചെലവുകളും കമ്പനികൾ തന്നെയാണ് വഹിക്കുന്നത്. നിയമങ്ങൾ കർശനമാക്കിയെങ്കിലും H1B വിസകളോടുള്ള കമ്പനികളുടെ താല്പര്യം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. സർവേയിൽ പങ്കെടുത്ത 10ൽ 6 കമ്പനികളും മുൻവർഷത്തേക്കാൾ കൂടുതൽ H1B രജിസ്ട്രേഷനുകൾ സമർപ്പിച്ചിട്ടുണ്ട്. വിസകൾ ലഭിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ആഗോള പ്രതിഭകൾക്കായുള്ള മത്സരം കഠിനമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുൻപ് ലോട്ടറിയിൽ വിജയിക്കാത്ത ജീവനക്കാരെ വീണ്ടും ലോട്ടറി സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാനാണ് പല കമ്പനികളും ഇപ്പോൾ ശ്രമിക്കുന്നത്. H1B കോട്ടയുടെ പരിധിയും ഉയർന്ന ഗവൺമെന്റ് ഫീസുമാണ് കമ്പനികൾ നേരിടുന്ന മറ്റു പ്രധാന വെല്ലുവിളികൾ എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് കൂടെ നോക്കാം. US തൊഴിൽ വിസകളിൽ ഭൂരിഭാഗവും കൈവശം വെക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകളാണ്. ഈ പുതിയ മാറ്റങ്ങൾ അവർക്ക് 2 തരത്തിലുള്ള ഫലങ്ങളാണ് നൽകുന്നത്. ഒന്ന്, അമേരിക്കൻ കമ്പനികൾക്ക് ഇപ്പോഴും ഇന്ത്യൻ പ്രതിഭകളിൽ വലിയ വിശ്വാസവും ഡിമാൻഡുമുണ്ട്. 2, US വിസ ലഭിച്ചില്ലെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്ന അവസ്ഥയ്ക്ക് പകരം കാനഡയോ UK പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്ന് തന്നെ ഓഫ് ഷോർ ജീവനക്കാരനായി തുടരാനോ ഉള്ള അവസരങ്ങൾ വർദ്ധിക്കുന്നു. കൂടാതെ US എത്തുന്നവർക്ക് മുൻപത്തേക്കാൾ വേഗത്തിൽ ഗ്രീൻ കാർഡ് സ്പോൺസർഷിപ്പ് ലഭിക്കാനും ഇത് വഴി തുറക്കുന്നു. US ഇമിഗ്രേഷൻ നയത്തിലെ അനിശ്ചിതാവസ്ഥ
കമ്പനികളെ അവരുടെ പരമ്പരാഗത റിക്രൂട്ട്മെന്റ് രീതികളിൽ നിന്ന് മാറ്റാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണ്. പ്രതിഭകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം പ്രതിഭകൾ എവിടെയാണോ അങ്ങോട്ട് ബിസിനസ് എത്തിക്കുക എന്ന നയമാണ് കമ്പനികൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്.